അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൂടിനൊക്കെ സ്കൂളിലൊക്കെ പോയി എന്നിട്ടാണ് ഇനി എൻ്റെ ജോലികളൊക്കെ ഞാൻ ചെയ്യാൻ പോണത്. എൻ്റെ കൃഷ്ണൻ ഇരിക്കണുണ്ടോ ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ നെല്ലിക്ക ചമ്മന്തിയാണ്. നെല്ലിക്ക ഞങ്ങൾ ഉപ്പിലിട്ടുണ്ടാവില്ല, അപ്പോൾ അത് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രാവിലത്തെ പുട്ടിന് പരിപ്പുണ്ട്, പയറുണ്ട്, ചെറുപയർ. ഇത് രണ്ടുമാണ് ഇന്ന് രാവിലത്തൊക്കെ ഉള്ളത്. അത് ഞങ്ങളുടെ സ്പെഷ്യൽ നെല്ലിക്ക ചമ്മന്തിയാണ് ചോറിന് കൊടുത്തു വിടണം പിള്ളേർക്ക്. അത് ഞങ്ങൾ കാന്താരി മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിൽ. അപ്പോൾ അതും നെല്ലിക്കയും കൂടി ഉള്ളിയൊക്കെ ഇട്ട് ചതച്ച് മുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇവർ പിള്ളേർ പോയി കഴിഞ്ഞ് നീർദോശ ഉണ്ടാക്കിയായിരുന്നു. ഉണ്ടാക്കിയിട്ട് അത്ര വലിയ പെർഫെക്റ്റായിട്ട് കിട്ടിയൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കി അത് കഴിച്ച് ഈ പരിപ്പും ചമ്മന്തി ഉണ്ടായില്ല, ചമ്മന്തിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചായിരുന്നു. രണ്ടെണ്ണം ഉണ്ടാക്കില്ല, രണ്ടെണ്ണം അത്ര വലിയ നന്നായിട്ട് കിട്ടിയില്ലെങ്കിലും കഴിക്കാം. ഞാൻ മാത്രമല്ല കഴിക്കണത്, അതായത് നമുക്ക് പിന്നെ പ്രശ്നമില്ല, എങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കുക. പിള്ളേർക്കൊന്നും ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണത്. അവർക്ക് വല്ല പുട്ട, ദോശ, ഇഡ്ഡലി അതൊക്കെയാണ് ഇഷ്ടം. പിന്നിപ്പോൾ അതൊക്കെ ഇതായതുകൊണ്ട്, പുട്ടായതുകൊണ്ടാണ് പരിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തൊക്കെയുള്ള പരിപാടി, മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ചീര കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ചീരേനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ ചൂടം മനേന് മുമ്പ് ആ പണിയൊക്കെ റെഡിയാക്കി ചെയ്യണം, അല്ലെങ്കിൽ ഈ ചൂടം വന്നാൽ സമ്മതിക്കില്ലല്ലോ. പിന്നെ അവന് ചോറൊക്കെ കൊടുക്കലും, തൊട്ടിയിൽ അവനെ ഉറങ്ങണത് ഇപ്പോഴും. അപ്പോൾ അത് തൊട്ടിലിട്ട് ആട്ടി വരുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ പിടിക്കും അവനെ തൊട്ടിലിട്ട് ആട്ടാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചീരയുടെ പണിയൊക്കെ നേരത്തെ കഴിച്ചു വെക്കണം. ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തേക്ക്.